നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കേരള ചരിത്രത്തിലെ അതികായനായ ഒരു സ്വാതന്ത്ര്യ സമര നായകനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ആ മഹാനായ പുരുഷൻ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തെ പ്രതിരോധിച്ച് കേരള സിംഹം എന്ന പേര് പിടിച്ച പോരാളി പഴശ്ശി രാജാവ്. എന്നാൽ ടിപ്പു സുൽത്താൻ തോറ്റതിനു ശേഷം ബ്രിട്ടീഷ് മലബാറിൽ നിയന്ത്രണം സ്ഥാപിച്ച് ജനങ്ങളെ അടിച്ചമർത്താൻ ആരംഭിച്ചു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നപ്പോൾ നികുതി പിരിവ് പഴശ്ശിക്ക് നൽകാതെ അമ്മാവനായ കുറുനാട്ടു രാജാവിന് നൽകിയത് പഴശ്ശിയെ പ്രകോപിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. ഇത് അവസാനിപ്പിക്കാൻ പഴശ്ശിരാജാവുമായി സന്ധി സംഭാഷണം നടത്തിയ ബോംബെ ഗവർണറാണ് ജോൺനാഥൻ ഡങ്കൻ. ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിൽ ഒന്നാംഘട്ട പഴശ്ശി കലാപം അവസാനിച്ചു. ഒന്നാം ഘട്ട പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെയാണ്. 1800 വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാംഘട്ട പഴശ്ശി കലാപത്തിന് കാരണം. പഴശ്ശിരാജ വയനാടൻ മലനിരകളിൽ അഭയം പ്രാപിച്ച് ഗറില്ല യുദ്ധമുറകളിലൂടെ ബ്രിട്ടീഷുകാരെ നേരിട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പഴശ്ശിയെ സഹായിച്ച പ്രമുഖരാണ് വാലൂർ എം. എൻ. നായർ, തലക്കൽ ചന്തു, അത്തൻഗുരുക്കൾ തുടങ്ങിയവർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. ഇതിനുവേണ്ടി ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് സർ ആർതർ വെല്ലസ്ലി ആയിരുന്നു. 1805 നവംബർ 30 മാവിലാംതോടിന്റെ കരയിൽ വെച്ച് കേരളവർമ്മ പഴശ്ശിരാജ കൊല്ലപ്പെട്ടു.